ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മണി പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെയും അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇത്ര വേഗം ഇത്രയും പൈസ കിട്ടി എന്നുള്ളൊരു അന്വേഷണത്തിലാണ് സച്ചി ഉള്ളത്. കാരണം ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു പൈസ കിട്ടിയത് ഏത് വഴിക്കാണെന്നുള്ളൊരു സംശയം നമ്മുടെ സച്ചിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. അത് സച്ചിയോടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അമ്മായിച്ചൻ അയച്ചിരുന്ന പണമാണിത് എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പെട്ടെന്ന് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് പണം തരണമെന്നാണ് അച്ഛൻ ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുമെന്ന് രവിയോട് ചോദിക്കുന്ന സമയത്ത് വേറെ ആരുടെ അക്കൗണ്ടിലേക്ക്, ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത് രേവതി എൻ്റെ അക്കൗണ്ടിലേക്കാണ് അമ്മ പൈസ ഇടുന്നതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വർഷയോട് ചോദിക്കുന്ന സമയത്ത് വർഷയും പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് പൈസ ഇടുകയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവണം, ഏത് വഴിക്കാണ് സച്ചി കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അതാണ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഇതുവരെ വിളിച്ചിട്ടോ സംസാരിക്കാത്തോ പോലും ചെയ്യാത്ത മരുമകന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം അയച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് പരങ്ങുന്നുണ്ട്. പെട്ടെന്ന് സച്ചി ചോദിക്കുകയാണ്, കണ്ടില്ലേ ഇവന്റെയും പാർലറെടുത്തിന്റെ മുഖത്ത് നല്ല കള്ളത്തരമുണ്ട്, അതുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം ഒന്ന് പരങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ, എങ്ങനെ പൈസ വന്നു എന്നല്ലേ, അച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു എന്ത് പണം അയക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അച്ഛൻ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ശ്രുതി പറയുന്നത്, ആൻറ്റി ഇവരോട് മിണ്ടാതിരിക്കാൻ പറ, ഇവൻ എന്തിനെങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല, അതിൻ്റെ ചൊറിച്ചിലാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, ഞാനിത് വിചാരിക്കായിരുന്നു അമ്മ എന്തുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് വന്നില്ല എന്നത്, ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്, ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം എൻ്റെ തലയ്ക്ക് തന്നെ കൊണ്ടുവച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ലല്ലേ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ സച്ചേട്ടൻ അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല, അധ്വാനിച്ച് നല്ല രീതിയിൽ തന്നെ സ്വന്തം ഭാര്യയെ നോക്കുന്ന ഒരാളാണ് എൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത്, അപ്പം ഞാൻ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നോക്കി കുടുംബം നോക്കുന്നവനാണെന്നാണ് രേവതി നീ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടായിട്ടൊന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞത് അമ്മ ചോദിച്ചതിനുള്ള മറുപടിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മതി നിന്റെ മറുപടി, നിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുന്നുണ്ട് എന്ന് പറയാനുണ്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, രേവതി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലെ തക്ക സമയത്ത് തന്നെ മറുപടി കൊടുത്താൽ മാത്രമാണ് ശരിയാവുകയുള്ളൂ, ഞാൻ നിനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം ഐശ്യ എന്ന് പറഞ്ഞ് മുഖത്തിരിക്കേണ്ടോ. ഈ ഒരു സമയത്ത് രവി വേഗം സച്ചിയുടെ കയ്യിൽ പിടിച്ചിരുത്തിയതിന് ശേഷം മതി ഇനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കുറേ നേരമായാലും തുടങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് സംസാരമല്ലാതെ ഭക്ഷണം തന്നെ ആരും തന്നെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രവി തന്നെ എല്ലാവരും ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ശ്രുതി റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ കടപ്പൊക്കെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വരുന്നത്. ശ്രുതി വേഗം വന്നിട്ട് തലേണ കൊണ്ട് ശ്രുതിക്കിട്ട് ഒരു അടി കൊടുക്കാൻ കേട്ടോ. ശ്രുതി ചാടി എഴുന്നിട്ടിട്ട് അയ്യോ എന്തിനെൻ്റെ തല്ലിയത്, എനിക്ക് നന്നായിട്ട് വേദനിച്ചു എന്ന് പറയുന്ന സമയത്ത് ശ്രുതി എന്താ ഇങ്ങനെ ബുദ്ധിയില്ലാതെ പെരുമാറുന്നത്. ശ്രുതിയോട് സച്ചി സംസാരിക്കുന്നത് തന്നെ ശ്രുതിയുടെ വായിൽ നിന്ന് ഓരോ സത്യാവസ്ഥകൾ അറിയാനാണ്. അതറിയാതെ തന്നെ ശ്രുതി തന്നെ ഓരോരോ കാര്യങ്ങൾ സച്ചിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. ശ്രുതി എന്തിനാ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നൊക്കെ പറയാൻ പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതറിയാതെ പറഞ്ഞു പോയതാണ് ശ്രുതി, അവരെന്നെ ദേഷ്യം പിടിച്ച് വന്നപ്പോഴത്തേക്കും കൈവിട്ട് പോയതാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, കൈവിട്ട് പോയി, നിന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ, നിന്റെ ഇങ്ങനെ കൈവിട്ട് പോയി സംസാരം കാരണം ഇനി കയ്യിൽ വന്ന 50 ലക്ഷം രൂപയും കൊണ്ട് കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും അതിന് എൻ്റെ ഒരു വഴിയുണ്ട്, അവന് 50 ലക്ഷം രൂപ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഞാൻ അക്കൗണ്ട് ഫുള്ളും കാലിയാക്കും എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം ശ്രുതിയോടായിട്ട് ചോദിക്കുകയാണ്, ശ്രുതി നീ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതല്ല എലിയെ പേടിച്ച് ഇല്ലം ചുറ്റുമെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ നീ സച്ചിയെ പേടിച്ച് ആ പണം മുഴുവൻ നശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് അല്ല ശ്രുതി നീ പേടിക്കൊന്നും വേണ്ട, ഞാനായിട്ട് ആ ഒരു പണം നശിപ്പിക്കുകയൊന്നുമില്ല, കൃത്യമായ രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് നീ ഒരു കൈകാര്യം ചെയ്യേണ്ട, ആ പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം, തൽക്കാലം ആ പണത്തിലേക്ക് നീ കൈ വെക്കേ വേണ്ട എന്ന് ശ്രുതിയോടായിട്ട് ശ്രുതി പറയാൻ കേട്ടോ. അതിനുശേഷം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചിയെ അടക്കി നിർത്തണമെങ്കിൽ അത് രേവതിക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ ഒരു സമയത്ത് രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും.
വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഭർത്താവ് എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്താ പറ്റിയത് ശ്രുതി എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല ഞങ്ങൾക്ക് എവിടെ നിന്ന് പണം കിട്ടിയാൽ എന്താ, സച്ചിക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് നിന്റെ കാര്യത്തിൽ എന്തായാലും അദ്ദേഹം ഇടപെടുകയില്ല, പക്ഷെ അദ്ദേഹത്തിന് ചേട്ടനാണ് നിന്റെ ഭർത്താവ്, അതുകൊണ്ട് നീ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുക തന്നെ ചെയ്യും. പിന്നെ നിനക്ക് അതൊരു താല്പര്യമില്ല എന്നാണ് നീ സച്ചിയോട് സംസാരിച്ചോളം പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, എനിക്കതിൽ താല്പര്യമില്ല, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കൈകടത്തുന്നത് സച്ചിക്കില്ല, നീ അത് സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്ന സമയത്ത് ഞാനിതിന് മനസ്സിലാക്കണം, നിനക്ക് നേരിട്ട് ഇരുന്ന് സച്ചിയോട് സംസാരിച്ചു കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും നിലവാരം കുറഞ്ഞ ആളുകളോടൊന്നും ഞാൻ സംസാരിക്കുകയില്ല എന്ന് ശ്രുതി പറയുന്ന സമയത്ത് എന്ത് നിലവാരമില്ല എന്ന് നീ പറയുന്നത്, മറ്റുള്ളവർ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് നീ പറഞ്ഞു, പക്ഷേ നേരത്തെ ഞാൻ കാറ് മേടിച്ച സമയത്ത് നീ എൻ്റെ എവിടെ നിന്ന് പണം വന്നു, എങ്ങനെ കാറ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു നീ ഞങ്ങളുടെ ലൈഫിലേക്ക് ഇടപെട്ടില്ല, അതൊക്കെ മറന്നുപോയ ശ്രുതി എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു തട്ട് കിട്ടിയ അവസ്ഥയുണ്ട്. ശ്രുതി വേഗം പറയുന്നുണ്ട്, അത് എൻ്റെ തെറ്റാണ്, ഞാൻ ഇനി അങ്ങനെ ആവർത്തിക്കില്ല, അതുപോലെ തന്നെ സച്ചിയോടും പറയണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈകടത്തരുതെന്ന്, ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല, പിന്നെ ഈ ഒരു കുടുംബം വഴക്കുണ്ടാക്കി കുളം തോണ്ടിയെന്ന് വിചാരിച്ച് എനിക്ക് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ടാണ്ടോ ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. ശ്രുതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി പാട്ടൊക്കെ പാടിക്കൊണ്ട് വണ്ടി ശരിയായിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയുടെ പിന്നിലൂടെ ചെന്നിട്ട് ഒരു ഒറ്റ അടി അടിക്കുകയാണ്. സച്ചിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, എന്താ രേവതി നീ എന്തിനാ എന്നെ തല്ലിയതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാക്ക് വെറുതെ ഇരിക്കില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ രേവതി എൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരോ പറയും, അതിൻ്റെ ബാക്കി പഴി കേൾക്കുന്നത് ഞാനാണ്, അമ്മയെ അല്ലെങ്കിൽ ശ്രുതി വന്നിട്ട് എന്നെക്കെട്ടാണ് കൂട്ടുന്നത് എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് ഓഹോ പാലറാടത്തിൽ വന്ന് നിന്നോട് ഒച്ചപ്പാടുണ്ടാക്കില്ല, ഞാൻ അവളെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി ചില നടങ്ങുന്ന സമയത്ത് രേവതി വേഗം പറയുന്നുണ്ട്, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ നാക്ക് ദേഷ്യം എല്ലാം ഒന്ന് ഒതുക്കണം, എന്നാണെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല സച്ചിയുടെ എന്നൊക്കെ പറയുന്ന സമയത്ത് തെറ്റ് കണ്ടാൽ എതിർത്ത് സംസാരിക്കണമെന്നാണ് എൻ്റെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നതെന്ന് സച്ചി പറയുന്ന സമയത്ത് കുടുംബത്തിലുള്ളവർ തമ്മിൽ കലഹം കൂടരുതെന്ന് അച്ഛമ്മ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് നമ്മുടെ രേവതി ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാറില്ല, നിനക്കറിയാലോ രേവതി, പിന്നെ ഒച്ചപ്പാടും ബഹളം അതെല്ലാ വീടുകളിലും ഉള്ളതാണ്, കുടുംബമായി കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവണം, അല്ലാതെ ഒച്ചപ്പാടും ബഹളം ഇല്ലാതിരിക്കുന്ന കുടുംബം ഏതാണെന്ന് നിനക്ക് അറിയാമെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ഏതാണെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയാണ്, ആൾ താമസമില്ലാത്ത വീടായിരിക്കും ഒച്ചപ്പാടും ബഹളം ഇല്ലാതിരിക്കുന്നത്, ബാക്കി ഏത് കുടുംബത്തിൽ ചെന്നാലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവിടെ വഴക്കുണ്ടാവാറുണ്ട്, ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് നിങ്ങളൊരു ഉദ്ദേശം നടപ്പാക്കുകയും വേണ്ട, അവരുടെ ജീവിതത്തിലേക്ക് കയറി ഒരു അന്വേഷണവും വേണ്ട എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് നീ ടീച്ചറും ഞാനൊരു കുട്ടിയുമാണല്ലോ, നീ ഏത് സമയത്ത് ഓരോ ക്ലാസ്സുകൾ എടുക്കുന്നു അത് കേട്ട് ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കുന്നു എന്നൊക്കെയാണ് സച്ചി പറയുന്ന സമയത്ത് രേവതി വേഗം ചിരിക്കുകയുണ്ട്. അപ്പോൾ രേവതി ചിരിക്കുന്നത് നമ്മുടെ സച്ചി കാണുന്ന സമയത്ത് സച്ചി പറയുന്നത്, നീ ഇപ്പം ചിരിച്ചില്ലേ, എനിക്കറിയാം ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചിരിച്ചില്ല, ഞാൻ നല്ല ദേഷ്യത്തിലാണെന്ന് രേവതി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി ഓഹോ ദേഷ്യത്തിനല്ല, എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്ന സമയത്തും രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പതിയെ പമ്മി വന്നിട്ട് രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ കണ്ട് നീ ചിരിക്കുകയായിരുന്നല്ലോ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മീരയോടായിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, നീ എന്തായാലും ആള് ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു അച്ഛനെ കൊണ്ടുവന്നും അത് മലേഷ്യയിലാണെന്ന് പറഞ്ഞു, മാത്രമല്ല പിന്നീട് മലേഷ്യയിലുള്ള അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതാ മലേഷ്യയിൽ ജയിലിൽ കിടക്കുന്ന അച്ഛൻ പണവുമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്, എന്തായാലും എല്ലാം നിന്റെ അമ്മയമ്മ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ മീര പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിമ്മ വിശ്വസിച്ചു. പക്ഷേ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ആ ഒരു പണം കൊണ്ട് നല്ലൊരു ബിസിനസ് ശ്രുതിക്ക് ആരംഭിക്കണം, പണം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ മീരയോടായിട്ട് നമ്മുടെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീനെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.